മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്തുണ്ടായ സ്ഥലത്ത് വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ലഭിച്ച മകനാണ് ആരാ ആരാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. വെറുതെ പ്രസംഗം കേട്ടു പോരുത്, മനസ്സിൽ ഉറപ്പിക്കണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആഇന് കിട്ടിയ ഉത്തരമാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് സംഭവിച്ച ഇടത്തുനിന്ന് ദുആ ചെയ്തപ്പോൾ സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു തആല നൽകിയ നബിയാണ് നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. കണ്ണടച്ചു തുറക്കും മുമ്പ് സബയിലെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന വലിയാണ് സൂറത്തുൻ നംൽ പറഞ്ഞ ആസഫ് ബിൻ ബർഖിയ. ഇവരുടെ ചരിത്രവും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ, അവരുടെ കറാമത്തുകളെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസി സമൂഹം പാരായണം ചെയ്യുന്ന ഖുർആനിലൂടെ നമ്മൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ. മഹാനരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ജിബ്രീലെ, എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് മുഴുവനും വിളംബരം ചെയ്യും, ഭൂമിയിലെ ഇന്നാലിന്ന മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടൂ, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് വിളംബരം ചെയ്യും. അതൊക്കെ കാരണമായി ഭൂമിയിലുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ തോന്നുകയും ചെയ്യും. അള്ളാഹു നിലനിർത്തിയാലല്ലാതെ ഒരു മനുഷ്യന്റെ സ്മരണ ഇവിടെ നിലനിൽക്കുകയില്ല. അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ ഒരു മനുഷ്യന്റെ സ്മരണ ദുനിയാവിൽ നിലനിൽക്കുകയില്ല. അങ്ങനെ നിലനിൽക്കണമായിരുന്നെങ്കിൽ ഇവിടുത്തെ സമ്പന്നരായ ആളുകളുടെ പലരുടെയും സ്മരണ നിലനിൽക്കണമായിരുന്നു. നമ്മുടെ രാജ്യത്തെ വലിയ സമ്പന്നനായിരുന്നു ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട രത്തൻ ടാറ്റ. അദ്ദേഹം മരിച്ച ഡേറ്റ് അറിയാവുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുമോ? നമ്മുടെ രാജ്യത്തെ അതിസമ്പന്നൻ, അറിയാത്തവരോ കേൾക്കാത്തവരോ ഇല്ല, പക്ഷെ അയാൾ മരിച്ചതെന്നാ ആലോചിച്ചു നോക്കൂ. എന്നാൽ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 800-ലേറെ കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ? എപ്പോഴാണ് അവർ വിട പറഞ്ഞത്? റബീഉൽ ആഖിറിലാണ്, 11-നാണ്. നമുക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. 11-നാണെന്നറിയാത്തവർക്ക് പോലും അറിയാം റബീഉൽ അവ്വൽ കഴിഞ്ഞുള്ള അടുത്ത മാസം അത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ആരാണ് ആ സ്മരണ 880 കൊല്ലത്തിനു മേലെയായി ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്? ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നമ്മൾ വലിയൊരു സമ്പന്നനാണ്, നമ്മുടെ കയ്യിലുള്ള സംഖ്യ മുഴുവൻ നമ്മൾ ഇവിടെ ചെലവഴിച്ച്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ സ്മരണ ഇവിടെ നിലനിർത്തണം, എന്നെ നിങ്ങൾ എല്ലാവരും കൂടി അനുസ്മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വലിയ സംഖ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എത്ര കാലം നമ്മളെ ആളുകൾ അനുസ്മരിക്കും? എത്ര കാലം അനുസ്മരിക്കും? ആ പൈസ തീരുന്നത് വരെ ചിലപ്പോൾ ഒരാണ്ടൊക്കെ നടത്തും. ആ പൈസ കഴിയുന്നത് വരെ അതും ഈ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കും. ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുസ്മരണമോ ഓർമ്മയോ മാത്രമായി അത് ഒതുങ്ങുമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇന്ത്യക്കാരനല്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ അടുത്ത കാലത്ത് ജീവിച്ച ആളുമല്ല. പക്ഷേ അവിടുത്തെ സ്മരണയില്ലാത്ത സ്ഥലങ്ങളില്ല. അവിടുന്ന് ജനിച്ചതോ ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനുഹു علمت في القبر بغدادا أماكنه. കാസ്പിയൻ കടലിന്റെ ചാര ജയിലാൻ എന്ന പ്രദേശത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലേക്ക് ചേരുന്ന മാതാപിതാക്കളുടെ പരമ്പരയിൽ ഈ മഹാപ്രപഞ്ചത്തിന് വെളിച്ചം തൂവിക്കൊണ്ട് പിറന്നു വീണത് ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു.
അവരുടെ സ്മരണ ആരാണ് ഇവിടെ നിലനിർത്തിയത്? മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാനാണ്. 880 കൊല്ലം കഴിഞ്ഞിട്ടും അവരെ ഈ ഉമ്മത്ത് മറന്നുപോയിട്ടില്ലെങ്കിൽ അവരുടെ സ്മരണ നിലനിർത്തിയത് ആരുടെ സ്മരണ ഇവിടെ നിലനിൽക്കണമോ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ തീരുമാനിച്ചാലല്ലാതെ നിലനിൽക്കുകയില്ല. അപ്പ അവര് ചെയ്ത ത്യാഗം എത്ര വലുതാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെറിയ വലിയൊന്നുമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന വലിയ സംഘമുണ്ട്. അതിനാണ് ഖുർആൻ കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ തെളിവ് പറഞ്ഞത്. ആ ഔലിയാക്കളുടെ കൂട്ടത്തിലെ ഖുതുബുൽ ഖുത്താബ് എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോട് വീട്ടിലെ ഫിള്ളേരതെന്നോവർ. സകല ഔലിയാക്കളുടെയും നേതാവാണവർ. അവര് ദീനിന് ചെയ്ത ത്യാഗം എത്രയോ വലുതാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. ഇസ്ലാം എല്ലാ നിലയിലും പ്രയാസപ്പെട്ടൊരു കാലത്ത്, ആത്മീയമായി തീരെ വീണുപോയ കാലം, ഭൗതികമായി വലിയ വെല്ലുവിളികൾ നേരിട്ട കാലം, പല പ്രതിസന്ധികളും എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കാലത്താണ് വരുന്നത് ഖുതുബുൽ ഖുത്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവര് ജനിച്ച സ്ഥലത്തുനിന്ന് എത്രയോ ദൂരത്താണ് ബഗ്ദാദ്. ബഗ്ദാദ് അന്ന് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച സ്ഥലമാണ്. ബഗ്ദാദിന്റെ ചരിത്രം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഗ്ദാദ് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോകം കണ്ടിട്ടില്ല. സയ്യിദുനാ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ബഗ്ദാദ്, ഔലിയാക്കളുടെ മഹാനേതാക്കളൊക്കെയും വന്നുപോയ ഇടം, മഹാരഥന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇസ്ലാമിന്റെ പ്രതാപവും നിലനിന്ന ഇടം, അന്ന് ബഗ്ദാദ് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഇടമാണ്. അവിടേക്കാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠനവും പ്രബോധനവും ചെയ്യാൻ വേണ്ടി വരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ലോകത്തിന് മുഴുവനും വെളിച്ചമായി മാറുന്നത്. ഏതുവരെ? ബഗ്ദാദിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാം ആ കാലത്ത് സുഖലോലുപതയുടെ, പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ നടുത്തളത്തിൽ നിൽക്കുന്ന കാലം. അപ്പ ദീനിനെ കൈപിടിച്ച ആളാണ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. പരിശുദ്ധമായ ദീനിന് അവിടുന്ന് വേണ്ടതെല്ലാം നൽകി. ആത്മീയത മാത്രമല്ല, പരിശുദ്ധമായ ദീനിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നൽകിയ ശൈഖാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയപരമായി പോരാളികൾക്കൊപ്പം നിന്ന് ഇസ്ലാം ഏതെല്ലാം മേഖലകളിൽ വെല്ലുവിളികൾ നേരിട്ടോ ആ മേഖലകളിൽ മുഴുവനും മുഹീദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദീനിനെ ഹയാത്താക്കിയത് കൊണ്ടാണ് അവർക്ക് മുഹീദ്ദീൻ എന്ന പേര് വന്നത്. അവരുടെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. അവർക്ക് മുഹീദ്ദീൻ എന്ന പേര് വരാനുള്ള കാരണം അങ്ങനെയാണ്. അപ്പൊ ദീനിന് വേണ്ടതെല്ലാം കൊടുത്ത നേതാവ്, ദീനിന് വേണ്ടതെല്ലാം കൊടുത്ത, ദീനിനെ കൈപിടിച്ചുയർത്തി ലോകത്തിന്റെ മുമ്പിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ ഇസ്സത്തിനെ ഉയർത്തി. അബുൽ ഹസൻ അലി നദ്വി രേഖപ്പെടുത്തുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം കോടാനകോടി വരുന്ന മനുഷ്യരുടെ ഹിദായത്തിന് കാരണക്കാരനായ മനുഷ്യനാണ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവരുടെ സ്മരണ ഇവിടെ നിലനിന്നത് വെറുതെ എന്നാ വിചാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹിദായത്തിന് അവർ കാരണമാവുകയോ, നേരിട്ട് കാരണമാവുകയോ, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹിദായത്തിന് അവർ കാരണക്കാരാവുകയോ ചെയ്തിട്ടുണ്ട്. വെറുതെ ആലോചിച്ചാൽ മതി, ലക്ഷമൊന്നും വേണ്ട. നമ്മളെ കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ? ഒറ്റയാള് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റയാള് നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ? വന്നില്ലേലും വേണ്ടിയില്ല, ഇസ്ലാമിനെ വെറുക്കാതെങ്കിലും ഇരുന്നിട്ടുണ്ടോ? നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഇടപാടും കണ്ടിട്ട് ഇസ്ലാമിനെ വെറുത്തുപോയവരുണ്ടാവില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവ്, അവരുടെ കൈപിടിച്ചു കൊണ്ടുവരുന്ന നേതാവ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവരുടെ ആ ചരിത്രം, ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് ലോകമാസകലം അടിച്ചു വീശിയ ആ മഹാചരിത്രം മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. അവരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആത്മീയമായും സാമൂഹികമായും ഒരു കാലത്ത് വലിയ പങ്കുവഹിച്ചത്.
അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പള്ളികളിൽ കുത്തുബിയത്തും മൊഹീദ്ദീൻ മാലയും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അനുസ്മരണം എല്ലാം നിർത്തിവെച്ച് നോക്കൂ. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയപ്പെടാതിരിക്കുമോ? നിങ്ങൾ ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ചു നോക്കൂ, എത്ര മൊഹീദ്ദീൻ പള്ളികൾ ഉണ്ടാവും? മൊഹീദ്ദീൻ പള്ളികൾ ഒരുപാടില്ലേ? മൊഹീദ്ദീൻ മസ്ജിദ് എന്ന് പേരെഴുതി എത്ര പള്ളികൾ ഉണ്ടാവും? ഓരോ നഗരത്തിലും ചെന്ന് നോക്കൂ, അവിടെ ഒക്കെ മൊഹീദ്ദീൻ പള്ളി ഉണ്ടാവും. അതെങ്ങനെയാണ് ആ പള്ളികൾ വരാനുള്ള കാരണം? അത് മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആരാധിക്കുന്ന പള്ളിയല്ല. ആ പള്ളി വരാനുള്ള കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാരായ ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെയോട് അടുപ്പം പ്രാപിച്ച ആളുകൾ, ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന ഇടങ്ങൾ, അവരവിടെ സ്ഥാപിച്ച പള്ളികൾ അവരുടെ ഷെയ്ഖായ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അടയാളപ്പെടുത്തി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഊർജ്ജം എത്രയാ! സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഗസയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയമാണല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗസയ്ക്ക് മരുന്നും വെള്ളവും ഭക്ഷണവുമായി ചെന്ന ബോട്ടുകളെ മുഴുവൻ ലോകം നോക്കി നിൽക്കെ തടഞ്ഞു വെച്ചതിന്റെ ഏറ്റവും നീതികെട്ട കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. 46 രാജ്യങ്ങളിൽ നിന്ന് ഗസയുടെ പ്രയാസം കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വെള്ളവും മരുന്നും എത്തിക്കണമെന്ന് കരുതി പുറപ്പെട്ട മുസ്ലിങ്ങൾ മാത്രമല്ല അതിലുള്ളത്. സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടവർ, അതിൽ ഇറ്റലിക്കാരുണ്ട്, തുർക്കിക്കാരുണ്ട്, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തുള്ളവരുണ്ട്. ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന ആ കപ്പല് പോലും തടഞ്ഞിടുന്ന നെറികേടിന്റെ പേരാണ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ മണ്ണിലേക്ക്, അവിടെ ആ ചരിത്രത്തോടൊപ്പം വായിക്കൂ, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ നേതാവാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ താഴികക്കുടങ്ങൾക്ക് താഴെ ഖുത്ബയോദിയ ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാൻ പറ്റാത്ത നേതാവ് ആരായിരുന്നു? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ പോരാളികളുടെ ചരിത്രം പറയും, അവർക്ക് ലഭിച്ച ആത്മീയമായ ഊർജം നമ്മൾ പലപ്പോഴും മറന്നുപോകും. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ പടപൊരുതാൻ ഇറങ്ങിയതിലധികവും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ ദിക്റു ചൊല്ലി തെളിഞ്ഞു വന്ന ആളുകളാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ദിക്റ് ചൊല്ലി 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 നന്നായി വന്ന മനുഷ്യരുടെ ഒരു സംഘത്തെയും കൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ പട നയിച്ചത്. ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരാൻ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പരുവപ്പെടുത്തി കൊടുത്ത ആൺകുട്ടികളെയും കൊണ്ടാണ് ഗസയിലേക്ക്, ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് സലാഹുദ്ദീൻ അയ്യൂബി മാർച്ച് നടത്തിയത്. ചരിത്രം ഒരു സലാഹുദ്ദീനെ മാത്രമല്ല കാത്തിരിക്കുന്നത്. ഗസ വിഷമിക്കുന്ന സമയത്ത് വിളിക്കാനുള്ള പേരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ ശിഷ്യന്മാരുടെ ഒരു വലിയ സംഘമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരും. മലബാറിലെ കളക്ടറായിരുന്ന കനോലിയെ കൊന്നുകളഞ്ഞു. മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമൊക്കെ പഠിക്കേണ്ട കാലാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അവകാശവുമില്ലാത്ത ആളുകളെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അധികാരങ്ങളിലുള്ളവർ ഇന്ത്യയുടെ ചരിത്രത്തോടൊപ്പം ഈ നാടിനെ ഒറ്റുകൊടുത്തവരെ കൂടി കൂട്ടിവെക്കാൻ നോക്കുന്ന കാലത്ത് നമ്മൾ വായിക്കേണ്ട ചരിത്രമാണ്. മലബാറിലെ കളക്ടറായിരുന്ന കനോലി, ഇന്നുകൊണ്ട് മലബാറിലൊരു കനോലി കനാല്. മലബാർ കളക്ടറായിരുന്ന കനോലിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികൾ അവര് തലേ രാത്രിയിൽ മുഹീദ്ദീൻ മാല പാരായണം ചെയ്തിരുന്നു എന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചരിത്രം, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് സാമൂഹികമായി പറഞ്ഞാലും ആത്മീയമായി പറഞ്ഞാലും അതിന്റെ വലിപ്പം വലുതാണ്. കാലഘട്ടങ്ങളെ അതിജയിച്ച നേതാവ്, അവരുടെ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കിയ നേതാവാണ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവരെ പോലെ കറാമത്തുകൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു വലിയ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. അത്രയും കറാമത്ത് പറയാൻ പറ്റിയ വേറൊരു വലിയ ഇല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അവരുടെ അപദാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മുഹീദ്ദീൻ മാല ഉണ്ടായത്. മഹാന്മാരുടെ മദ്ഹ് ചൊല്ലുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ശൈലിയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരെ കുറിച്ച് നിങ്ങളൊന്നും മദ്ഹ് പാടുമോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോട് ചോദിച്ച സംഭവം ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്.
ഒന്ന് അബൂബക്കറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പാടുവോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. അപ്പൊ ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഒക്കെ മഹാന്മാരായ ആളുകളുടെ അവദാനങ്ങളുണ്ട്. അതിൽ മലയാളത്തിൽ രചിക്കപ്പെട്ട കാവ്യമാണ് മുഹീദ്ദീൻ മാല. അല്ലാ തിരുഫേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ വല്യമ്മമാരൊക്കെ വീട്ടിൽ ഓതിയിരുന്ന മുഹീദ്ദീൻ മാല ഒരു കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഊർജമായിരുന്നു, നമ്മുടെ വീടുകളുടെ ഈമാനിക ആവേശമായിരുന്നു. ആരാണ് ഈ മുഹീദ്ദീൻ മാല എഴുതിയ ആള്? മുഹീദ്ദീൻ മാല എഴുതിയ ആളാരാ? ആരോ പറഞ്ഞല്ലോ ഇവിടുന്ന്? അഹമ്മദല്ല, ആരാ? ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്. ഖാലി മുഹമ്മദ് അതെന്നു പേരുള്ളവർ കോഴിക്കോട്ടെ ഖാലിയായിരുന്ന, കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ, കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിലേക്ക് ചേരുന്ന പരമ്പരയിൽ ഉള്ള മഹാപണ്ഡിതൻ, കോഴിക്കോട്ടെ ഖാലിയായിരുന്ന ഖാലി മുഹമ്മദ് എന്നവർ, അവരാണ് മുഹീദ്ദീൻ മാല രൂപപ്പെടുത്തിയത്. എവിടുന്നെങ്കിലും കേട്ട കുറെ കഥകൾ ചേർത്ത് വെച്ചെഴുതിയതല്ല. അവർ ചൊന്നേ ബൈത്തീനും ബഹ്ജാകിതാബീനും അങ്ങീനെ തക്മീല തന്നീനും കണ്ടോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈത്തുകൾ, അതുപോലെ ഇമാം ശത്നൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ബഹ്ജത്തുൽ അസ്റാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടതാണ് മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മദ്ഹുകളൊക്കെ. മലയാളത്തിന്റെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ കിളിപ്പാട്ടു രാമായണം രചിക്കുന്നതിനും 50 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹീദ്ദീൻ മാല വിരചിതമായി. 400-ലേറെ വർഷമായി മുഹീദ്ദീൻ മാല മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ട്. മുഹീദ്ദീൻ മാലയിലെ കറാമത്തുകളൊക്കെ ഇന്ന കിതാബുകളിൽ നിന്നുള്ളതാണ് എന്ന് ഖാലി മുഹമ്മദ് എന്നവർ പറയുന്നു. ഖാലി മുഹമ്മദ് ആരാണ്? ഖാലി മുഹമ്മദ് എന്ന മഹാപണ്ഡിതൻ 500-ലേറെ ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതന്റെ രചനയാണ് മുഹീദ്ദീൻ മാല. ഏതെങ്കിലും ഒരാൾ വഴിയിലൂടെ പോയ ഒരാൾ കേട്ടെഴുതി വെച്ചതല്ല. 500-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചയാൾ. ഫത്ഹുൽ മുബീൻ ഫി അഖ്ബാരിൽ ബുർതുഖാലീൻ, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികർക്കെതിരെയുള്ള സമരകാവ്യം ഉൾപ്പെടെയുള്ള രചനകളുടെ രചയിതാവ്. ആ രചയിതാവാണ്. 500-ലേറെ ഗ്രന്ഥം. ഒരു 10 ഗ്രന്ഥം എഴുതിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? 500 ഗ്രന്ഥം എഴുതിയ മഹാപണ്ഡിതൻ, കോഴിക്കോട്ടെ ഖാലിയായിരുന്നവർ. അന്ന് എത്ര മഹാന്മാർ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു. അവരാരും പറഞ്ഞില്ല മുഹീദ്ദീൻ മാല തെറ്റാണെന്ന്. എന്തുകൊണ്ടാ? അറിവുള്ളത് കൊണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ മാല എഴുതിയതാരാ? ഖാലി മുഹമ്മദ് എന്ന് പേരുള്ളവർ. അപ്പൊ മലയാളികൾക്ക് അത് പഠിക്കാനും പാരായണം ചെയ്യാനും അതിലൂടെ അള്ളാഹുവിന്റെ മഹാന്മാരെ പറയുമ്പോൾ ഹൃദയങ്ങൾക്ക് ഈമാൻ ലഭിക്കാനും അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ റബ്ബ് സ്വീകരിക്കാനും ഒക്കെ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണത്. അതിലുള്ള അതേ വിഷയങ്ങൾ, അതിനവലംബിച്ച അതേ ഗ്രന്ഥങ്ങൾ തന്നെ അവലംബിച്ചുകൊണ്ടാണ് കുത്തുബിയത്തിന്റെ രചനയും നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കുത്തുബിയത്ത് നടക്കാറുണ്ടല്ലോ. കുത്തുബിയത്ത് എഴുതിയ ആളാരാ? ഇയാളെ ജുമയ്ക്ക് വിളിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? കുത്തുബിയത്ത് എഴുതിയ ആളാരാ? ഇന്ന് പ്രസംഗം മൊത്തം ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ പഠിച്ചോണ്ട് വരണ്ടേന്ന് ചോദിക്കരുത്. കുത്തുബിയത്ത് എഴുതിയ ആളാരാ? സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ആരെങ്കിലുമൊക്കെ അറിവ്, ദീനിയായ അറിവുണ്ടാവില്ല, അടിസ്ഥാനപരമായ അറിവുണ്ടാവില്ല, ഭാഷാപരമായ അറിവുണ്ടാവില്ല, മുൻഗാമികളായ മഹാന്മാരെ കുറിച്ച് അറിയില്ല. ഇവരൊക്കെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദീനിന്റെ അടിസ്ഥാനങ്ങളായ, ദീനിന് ജീവൻ നൽകിയ മഹാന്മാരെ ചോദ്യം ചെയ്യുന്ന കാലത്ത് മുസ്ലിം ഉമ്മത്ത് പഠിക്കാനാണ്. ആരാണ് സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു? നമ്മൾ ഓതുന്ന കുത്തുബിയത്തിന്റെ രചയിതാവ് ആരാണ്? ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മുഫ്തിയായിരുന്നവർ, ഔറംഗസീബ് രാജാവ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു. കായൽ പട്ടണത്തുകാരൻ, തമിഴ്നാട്ടിലെ കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ പേരാണ് മാദിഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കുറിച്ച് അവരെഴുതിയ കവിതകൾ കേട്ട് അറബികൾ പോലും അമ്പരന്ന അത്ര വലിയ അറിവിന്റെ ഉടമ. ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു പറഞ്ഞാൽ അത് ചെറിയ കാര്യം. ഔറംഗസീബ് രാജാവ് ഡൽഹിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഡൽഹിയിൽ ഒരു പള്ളിയിൽ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഔറംഗസീബ് രാജാവ് വേഷപ്രച്ഛന്നനായി വഴിയിലൂടെ നടക്കുമ്പോൾ പള്ളിക്കകത്ത് ആരോ ദിക്റ് ചൊല്ലുന്നു. അകത്ത് കയറിയപ്പോ
ഒരാളിരുന്ന് ദിക്റ് ചൊല്ലുന്നു, സലാം പറഞ്ഞു, ഒന്നാമത് സലാം പറഞ്ഞു, സലാം അടക്കിയില്ല. രണ്ടാമത് സലാം പറഞ്ഞു, സലാം അടക്കിയില്ല. മൂന്നാമത്തെ സലാം കഴിഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെയും നിങ്ങളെ ഏൽപ്പിച്ച ആളിന്റെയും സലാം ഞാൻ മടക്കിയിരിക്കുന്നു. ഉടനെ ഔറംഗസീബ് രാജാവ് സലാം മടക്കിയത് കേട്ടപ്പോ തോളത്തൊന്ന് തട്ടി. അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ രാജാവാണ്, ഔറംഗസീബാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്റെ സലാം മടക്കിയില്ല? അവിടുന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുകയായിരുന്നു. അപ്പൊ മൂന്നാമതോ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, നിങ്ങളുടെയും നിങ്ങളെ സലാം കൊണ്ട് ഏൽപ്പിച്ച ആളിന്റെയും സലാം മടക്കി എന്ന് പറയാൻ നിങ്ങൾ മൂന്നാമത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ ദിക്റ് ചൊല്ലി, ഞാൻ വേറൊന്നും കേട്ടില്ല, ഞാൻ അള്ളാഹുവിന് ഇങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്നോടൊരു മലക്ക് പറഞ്ഞു, നിങ്ങൾക്കൊരാൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അപ്പോഴാണ് സലാം മടക്കിയത്. നിങ്ങളെയും നിങ്ങൾ കേൾപ്പിച്ച ആളിനും ഞാൻ സലാം മടക്കിയിരിക്കുന്നു. ഔറംഗസീബ് രാജാവ് അവിടുന്ന് പരിചയപ്പെട്ടു, കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു പോയില്ല, ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചു. വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായ സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു, ഭാഷയിൽ അപാരമായ കഴിവുണ്ടായിരുന്നവർ. അവരുടെ മദ്ഹ് തന്നെ പറയാൻ ഒരുപാട് സമയം വേണം. അവരുടെ മജ്ലിസ്, അവർ നടത്തിയിരുന്ന ദർസുകൾ, അവരുടെ മകനാണ് കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ഓതിപ്പടിക്കുന്ന പ്രാഥമികമായ ഗ്രന്ഥങ്ങളുടെ ഒക്കെയും രചന നിർവഹിച്ചിട്ടുള്ളയാൾ മാപ്പിള ലബ്ബൽ ഖാഹിരി എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകനാണ്. അപ്പൊ ഇതൊക്കെ ആരെങ്കിലും സമയം പോകാൻ വേണ്ടി എഴുതിയതൊന്നല്ല, മുസ്ലിം ഉമ്മത്തിനു വേണ്ടി അവർ എഴുതിയതാണ്. അവർക്ക് മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്പെടണം, നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണ് ഈ കുത്തുബിയത്തും ഈ റാത്തിബുകളും ഈ കാണുന്ന മദ്ഹുകളും മനാഖിബുകളും എല്ലാം. മുസ്ലിം സമൂഹം ഇതിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ മനസ്സിലാക്കണം, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, അകാരണമായി പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കാൻ, അതുപോലെ ഈമാനോടെ ജീവിച്ചു മരിക്കാനൊക്കെയും കാരണമായി നാളെ പരലോകത്ത് ഉപകാരപ്രദമാകാനൊക്കെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ രചന നടത്തിയിട്ടുള്ളത്. ഖുത്ബിയത്തിന്റെ രചന, മുഹീദ്ദീൻ മാലയുടെ രചന, ഇത് നമ്മൾ മറന്നുപോരുത്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യം കണ്ട അതുല്യനായ പണ്ഡിത പ്രതിഭകളിൽ ഒരാളാണ്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ പ്രൗഢി പറയുന്ന ഒരു പള്ളിയുണ്ടെങ്കിൽ കായൽ പട്ടണത്ത്, ചരിത്രം എല്ലാം കൂടി പറയാൻ സമയമില്ല. അവര് കിടക്കുന്നൊരു പള്ളിയുണ്ട് കീഴക്കരയിൽ. അപ്പൊ അവർ എഴുതി വെച്ച കുത്തുബിയത്തൊക്കെ അല്ലാഹു തആലയുടെ തൗഫീഖ് കൊണ്ടാണ്, പടച്ചവൻ അത് പൊരുത്തപ്പെട്ടത് കൊണ്ടാണ് അതിങ്ങനെ തലമുറകൾ കൈമാറി 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 വന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ദീനിന് നിരക്കാത്തതാണെങ്കിൽ ആ കാലത്തുള്ള ആലിമീങ്ങൾ അതിനെ അംഗീകരിക്കുമോ? തീർച്ചയായും ഇല്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അത് അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്തതാണെങ്കിൽ ആലിമാകണമെന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഈമാനുള്ള ആളുകൾ എഴുന്നേറ്റ് പറയാൻ ശരിയല്ല എന്ന് പറയും, ശരിയല്ല എന്ന് പറയും. അതെല്ലാ കാലത്തും അങ്ങനെയല്ലേ? എന്നാൽ മഹാന്മാരായ ഈ മഹാപണ്ഡിതന്മാർ ഇതെഴുതുമ്പോ ആ കാലത്തെ പണ്ഡിത ലോകം ഒന്നടങ്കം അതിന്റെ കൂടെ നിൽക്കുകയും ഇതൊക്കെ സമുദായത്തിന് ആവശ്യമുള്ളതാണെന്നും ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടതാണെന്നും ഇതൊക്കെ ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ വലുതാണെന്നും തിരിച്ചറിയാനുള്ള ബോധവും ചിന്തയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുകൾ ലോകത്തെമ്പാടും നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തവരിൽ അധികവും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാർ, അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരടങ്ങുന്ന വലിയ സംഘമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മുഹീദ്ദീൻ മദ്രസകൾ, തയ്ക്കാവുകൾ, പള്ളികളൊക്കെ അധികമായത്, അവിടുത്തെ മനാഖിബുകൾ അധികമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ പ്രസംഗം നിർത്തിയത് ആ ഹദീസിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളോട് വിരോധം പറഞ്ഞവന്, വിരോധം വെച്ചവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഔലിയാക്കളോട് വിരോധം വെച്ചവനെതിരെ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു അടിമ അല്ലാഹുവിനോടങ്ങ് അടുത്താൽ, പടച്ചവനെ ഇബാദത്ത് ചെയ്തവനോടങ്ങ് അടുത്തുപോയാൽ, വിശാലമായ ഹദീസ് പറയുകയാണ്, കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും, അവന്റെ നടത്തം ഞാനാകും, അവന്റെ പിടുത്തം ഞാനാകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അടുത്താൽ അവന്റെ കാഴ്ചയും കേൾവിയും ഒക്കെ പിന്നെ ഞാനായി മാറും. അതായത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തരുകയാണ്, പിന്നെ അതിന് പരിധികളില്ലല്ലോ. കാരണം അല്ലാഹു ഒരു പരിധിയും ഉള്ളവനല്ല. അല്ലാഹു അവരെ അങ്ങ് അവന്റെ അടുപ്പക്കാരായി ഉയർത്തുമ്പോ
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, അവരുടെ കാഴ്ച, അവരുടെ കേൾവി, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ പിടുത്തം, എല്ലാത്തിലും അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം നൽകി പോകുമ്പോ അതിന് പരിധിയില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളുടെ മിമ്പറിൽ നിന്നുകൊണ്ട് അകലേക്ക് വിളിച്ചത്, യാ സാരിയ അൽ ജബൽ, മോനെ സാരിയ, ആ കാണുന്ന പർവ്വതം ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് യാ സയ്യിദി സനദി ഔഫി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഒരു പരിധിയും ഇല്ല. ഇനി വിളിച്ചാലോ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ പാഠങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ പറയുകയാണ്, ഞാൻ കണ്ടു. ആരെയാണ് കണ്ടത്? മൂസാ നബി അലൈഹിസ്സലാം. കാന യുസല്ലി ഫീ ഖബരിഹി, അവര് ഖബറിൽ നിസ്കരിക്കുകയായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂസാ നബി അലൈഹിസ്സലാം നബി തങ്ങളുടെ കാലത്തിന് എത്ര മുമ്പുള്ള ആളാ? മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാന് മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിൽ എത്തുമ്പോ ലോകത്തുള്ള സകല അമ്പിയാക്കളോടുണ്ടായിരുന്നു എന്നല്ലേ, വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ വിശ്വാസമാണ്, മുഅ്മിനീങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുക. അതിലൂടെ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ ഹൃദയം ഈമാനിൽ ഉറച്ചു നിൽക്കും, നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട വിഷയം. ആ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് വെറുപ്പുണ്ടാവുക. അവരെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അലർജി തോന്നുക. നമ്മുടെ മക്കൾ അത് കാരണം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ കുത്തുബിയത്തും റാത്തിബുകളും ഇക്കാണുന്ന ഈ മുഹീദ്ദീൻ മാലകളും ബൈത്തുകളും എല്ലാം നമ്മുടെ പരലോകം രക്ഷപ്പെടാനുള്ളതാണ് എന്ന ചിന്തയോടെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും ചെയ്യുക. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ